ഇനിയിപ്പം കൊല്ലം പുനലൂർ സീറ്റ് ലീഗിന് തന്നെയാണ്. ലീഗ് ജില്ലാ പ്രസിഡന്റായ നൌഷാദ് യൂനസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തി സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനസിനെ പാർട്ടി പ്രഖ്യാപിച്ചതായി ഇവിടെ അറിയിക്കുകയാണ്. അദ്ദേഹം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റാണ്. നേരത്തെ MLA ഒക്കെ ആയിട്ടുള്ള യൂനുസ് കുഞ്ഞ് MLAയുടെ മകൻ കൂടിയാണ്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് പുനലൂർ ലീഗിന് നൽകിയത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നെൽസൺ സെബാസ്റ്റ്യൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഷമീർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, ഈ പുനലൂരും ചടയമംഗലവും ഒക്കെ വച്ചുമാറാനൊരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ തങ്ങൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച പുനലൂരിൽ തന്നെ ലീഗ് മത്സരിക്കും. ചടയമംഗലം കോൺഗ്രസിനും വിവരങ്ങൾ. സേതുലക്ഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചടയമംഗലം സീറ്റാണ് ലീഗ് ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെട്ടിരുന്നത്. അവിടെ സുൽഫിക്കർ സലാം എന്ന് പറഞ്ഞ ലീഗിന്റെ നേതാവ് മത്സരിക്കാനായിരുന്നു തീരുമാനമെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ പ്രചരണമൊക്കെ തന്നെ മുന്നോട്ട് പോയിരുന്നു. ഇതിനിടയിൽ ലീഗിന് നൽകാൻ കോൺഗ്രസിൽ ഏകദേശ ധാരണ ഉണ്ടായ സാഹചര്യത്തിൽ ഈ സുൽഫിക്കർ സലാമിനെതിരെ ലീഗിനുള്ളിൽ തന്നെ വലിയ വികാരമുണ്ടായി. ഇയാളെ മത്സരിപ്പിച്ചാൽ ലീഗിന്റെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുമെന്ന് ചില പ്രവർത്തകർ പാണക്കാട് തങ്ങളെ തന്നെ നേരിട്ട് കണ്ട് അറിയിച്ച ഒരു സാഹചര്യത്തിലാണ് ലീഗ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇപ്പോൾ നിലവിൽ അവിടെ ഒരു അനിശ്ചിതത്വമുള്ളത്. ഇപ്പോൾ നൌഷാദ് യൂനിസിനെ ലീഗ് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വങ്ങൾ ഈ മുസ്ലിം ലീഗ് അവിടെ മത്സരിക്കുന്നതിനോട് വലിയ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അവിടെ മത്സരിക്കുന്നില്ല എന്ന തരത്തിൽ വലിയ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇപ്പോൾ വലിയ പ്രകടനവും അതുപോലെ തന്നെ അവിടെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി നെൽസൺ സെബാസ്റ്റ്യന്റെ വലിയ റോഡ് ഷോയുമാണ് ഇപ്പോൾ പുനലൂരിൽ നടക്കുന്നത്. എന്തായാലും നെൽസൺ